ഹായ് ഫ്രണ്ട്സ്, ത്രിഭുവൻ മിശ്ര CA ടോപ്പർ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഹിന്ദി വെബ് സീരീസാണിത്. 9 എപ്പിസോഡുകളാണുള്ളത്. ഓരോ എപ്പിസോഡിനും 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് ദൈർഘ്യം. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ വലിയ സംഭവമുള്ള സീരീസാണ്. അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ പ്ലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ത്രിഭുവൻ മിശ്ര എന്നുള്ള വ്യക്തി CA എക്സാമിലൊക്കെ ടോപ്പ് ചെയ്ത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ബിൽഡിംഗ് ഒക്കെ സാങ്ഷൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളാണ്. കൈക്കിലൊന്നും വാങ്ങൂല, നല്ല ക്ലീൻ ഇമേജ് ആണ്. ശമ്പളം അത്യാവശ്യമുണ്ട്. പക്ഷേ ഡെയിലി നല്ല രീതിയിൽ അത്യാവശ്യം ആഘോഷിച്ച് ജീവിക്കാനുള്ള വകയുണ്ട്. ഫാമിലിയിൽ ഭാര്യ, 2 മക്കള്. ഭാര്യ കേക്ക് ഉണ്ടാക്കാൻ വിദഗ്ധയാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഭാവിയിൽ കുറച്ച് ചിലവൊക്കെ വരുന്നുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടി ഒരു കേക്ക് ഷോപ്പ് തുടങ്ങണം. നാട്ടിൽ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിന് റിപ്പയർ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു? ഇദ്ദേഹത്തിന്റെ സാലറി അക്കൗണ്ടുള്ള ബാങ്കിൽ കുറച്ച് തട്ടിപ്പ് നടന്ന് അവിടെ ഡെപ്പോസിറ്റേഴ്സിന്റെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ചെയ്യുന്നു. ഇദ്ദേഹം PF ലോൺ അപ്ലൈ ചെയ്ത് അതിന് കിട്ടിയ ചെക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിൽ പൈസ ഇല്ല. കുറച്ച് പരിചയക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ കൈമാലർത്തി. ഇദ്ദേഹത്തിന് വേറെ സ്കില്ലൊന്നും ഇല്ല പൈസ ഉണ്ടാക്കാൻ. പക്ഷേ ഭാര്യ ഇദ്ദേഹത്തോട് ഒരു നാൾ പറഞ്ഞിട്ടായിരുന്നു, നിങ്ങൾ സെക്സിൽ അത്യാവശ്യം നല്ല എക്സ്പേർട്ടാണ്, നിങ്ങളതിലൊരു മജീഷ്യനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആകെയുള്ള സ്കില്ല്. അപ്പോൾ ഈ പൈസ ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ ഇയാൾ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ബാർ പോകുന്നു. ഇയാളെ ഒരു മാനസിക ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഫ്രണ്ട്സ് ഒരു വേശ്യ ഇയാളെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇയാൾ അതിലും അത്യാവശ്യം ക്ലീൻ ഇമേജ് ഉള്ള ആളാണ്. ഭാര്യയെ ചതിക്കാനുള്ള താല്പര്യമൊന്നുമില്ല. ഇയാൾ ആ വേശ്യയോട് പറയും, ഞാൻ കല്യാണം കഴിഞ്ഞ ആളാണ്, എനിക്കൊന്നും നടക്കൂല. അപ്പോൾ അവൾ പറയും, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കെന്തായാലും 1.5 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കും, 1500 രൂപക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നത്? അപ്പോൾ അവൾ പറയും, 1500 അല്ല 15,000. ഇത് കേട്ട് ഇദ്ദേഹം ഞെട്ടും. എന്നിട്ട് ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യലാണ്, ഇങ്ങനെയുള്ള ജോലി എന്തെങ്കിലും ഉണ്ടോ? കാരണം എൻ്റെ ഭാര്യ എന്നെ പറഞ്ഞല്ലോ എനിക്കിതിൽ അത്യാവശ്യം കഴിവുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റ്, ഡേറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഹുക്കിംഗ് വെബ്സൈറ്റ് കണ്ടെത്തി. അതിൽ ഇദ്ദേഹം ഒരു പ്രൊഫൈൽ വേണം. ആ പ്രൊഫൈലിൻ്റെ പേരാണ് CA ടോപ്പർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുതിയ ജോലിക്ക് പറയുന്നത് ജിഗോളോ എന്നാണ്. ചിലപ്പോൾ പലർക്കും അത് എന്താണ് അർത്ഥം എന്നറിയാൻ സാധ്യത ഉണ്ടാവില്ല. ആൺ വേശ്യക്ക് പറയുന്ന പേരാണ് ജിഗോളോ. അങ്ങനെ ഈ ജിഗോളോ ആയതിനു ശേഷം ഇദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ നെറ്റ്ഫ്ലിക്സ് സീരീസ് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം എങ്ങനെയാണ് സ്ത്രീകളുമായിട്ട് ഇദ്ദേഹം ഡീൽ ചെയ്യുന്നത്? അതിനു മുമ്പ് ഇദ്ദേഹം സ്ത്രീകളുമായുള്ള കാര്യത്തിൽ അത്യാവശ്യം ഷൈ ആയിരുന്നു. ഭാര്യയോടല്ലാതെ വേറെ ആരോടും അധികം സംസാരിക്കൂല. പിന്നെ ആൾക്കാരോടൊന്നും അങ്ങനെ കയർത്ത് സംസാരിക്കൂല. ഈ ഒരു സംഭവത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ വളരെ രസകരമായ രീതിയിൽ പറയുന്ന ഒരു സീരീസാണ് ത്രിഭുവൻ മിശ്ര CA ടോപ്പർ. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നടക്കുന്ന ഒരു സ്റ്റോറി കൂടിയുണ്ട്. തിലോത്തമ ഷോ അവതരിപ്പിക്കുന്ന കഥാപാത്രം ബിന്ദി ജെയിൻ അവരുടെ ഭർത്താവിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ജിഗോളോയെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ത്രിഭുവൻ മിശ്ര അത് അവതരിപ്പിച്ചിരിക്കുന്നത് മാനവ് കൗൾ എന്നുള്ള നടനാണ്. മാനവ് കൗളും തിലോത്തമ ഷോമും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും പിന്നെ വരുന്ന പ്രശ്നങ്ങളുമാണ് സീരീസിൽ കാണിക്കുന്നത്. ഈ സീരീസിന്റെ മൂഡ് ഡാർക്ക് ഹ്യൂമറാണ്. അതിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലെ കാസ്റ്റിന്റെ പെർഫോമൻസ് ആണ്. ഒന്നാമത് പറയേണ്ടത് ത്രിഭുവൻ മിശ്ര, അതായത് മാനവ് കൗൾ അവതരിപ്പിച്ച കഥാപാത്രം. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉണ്ടാകുന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്ന് പിന്നെ വരുന്ന മാറ്റം, ആ ഒരു കോൺട്രാസ്റ്റ് നല്ല ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആദ്യമുള്ള ഷൈ ക്യാരക്ടർ, പിന്നെ ഈ ജിഗോളോ ആയതിനു ശേഷമുള്ള മാറ്റം, അതിനുശേഷം പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാകുന്ന തുടർന്നുള്ള ആ ഒരു പരിണാമം, ഇതൊക്കെ കൃത്യമായിട്ട് മാനവ് കൗൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തിലോത്തമ ഷോമൻ അവർ പൊതുവേ കിട്ടുന്ന കഥാപാത്രമുണ്ട്. ഒന്നുകിൽ ഈ പറഞ്ഞ അത്യാവശ്യം ഒരു മോഡേൺ ആയിട്ടുള്ള കഥാപാത്രം, അല്ലെ കുറച്ച് നെഗറ്റീവ്സ് ആയിട്ടുള്ള കഥാപാത്രം, അങ്ങനെയുള്ള ഒരു റോൾ തന്നെയാണ് ഈ സീരീസ് ഉള്ളത്. പുതുമ എന്ന് പറയാനുള്ള സംഭവം തിലോത്തമ ഷോമിന്റെ കഥാപാത്രത്തിനില്ല. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ പഞ്ചായത്ത് സീരീസിലുള്ള വിനോദ് എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ച് അശോക് കാട്ടക്. അദ്ദേഹം ഇതിൽ മെയിൻ കഥാപാത്രമാണ്. ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ ഈ തിലോത്തമ ഷോമിന്റെ ഹസ്ബൻഡായി എത്തിയ ശുഭ്രജ്യോതി ഭരത്. ഈ സീരീസിൽ ഏറ്റവും പവർഫുൾ ഡയലോഗ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ഈ ശുഭ്രജ്യോതി ഭരത് എന്നുള്ള നടനാണ്. UP നോയിഡയിലാണ് കഥ നടക്കുന്നത്. ആ സ്ലാങ് ഒക്കെ കൃത്യമായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഏകദേശം 4 ആക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. മാനവ് കൗള്, തിലോത്തമ ഷോമ്, ശുഭ്രജ്യോതി ഭരത്,
അശോക് പാഠക്. പക്ഷേ എനിക്ക് ഈ സീരീസിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ കഥാപാത്രം ശ്വേതാ ബസു പ്രസാദ് എന്നുള്ള നടി അവതരിപ്പിച്ച്, അതായത് നമ്മുടെ CA ടോപ്പറുടെ ഭാര്യയുടെ അനിയന്റെ ഭാര്യ. ഈ ഒരു ലേഡി എന്ന് പറയുന്നത് ആദ്യം കാണിക്കുന്നത് കുറച്ച് ട്രഡീഷണൽ ആയുള്ള റൂറൽ ടൈപ്പ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു ലേഡി. അതിനുശേഷം ഇവർക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ചില സമയത്ത് നല്ല രീതിയിൽ ആക്ഷൻ, നല്ല ഡയലോഗ്സ്, കോമഡി, കുറച്ച് മോഡേൺ രീതിയിലേക്ക് മാറുന്നത്, അങ്ങനെ ഒരു ഫുൾ പാക്കേജാണ് ഈ ശ്വേതാ ബസു പ്രസാദ് എന്നുള്ള നടി. പിന്നെ ത്രിഭുവൻ മിശ്രയുടെ ഭാര്യ എത്തിയ നേന സെറീൻ എന്നുള്ള നടി, പഞ്ചായത്തിലെ പ്രഹ്ലാദ് ചാ എന്നുള്ള കഥാപാത്രം അവതരിപ്പിച്ച ഫൈസൽ മാലിക് ഒരു പോലീസ് കഥാപാത്രമായിട്ടുണ്ട്. അങ്ങനെ കാസ്റ്റൊക്കെ അടിപൊളിയാണ്. കാസ്റ്റിന്റെ പെർഫോമൻസ് തന്നെയാണ് ഈ സീരീസിനെ മുമ്പോട്ട് നയിക്കുന്നത്. പിന്നെ ഇതിന്റെ നെഗറ്റീവ്, ഞാൻ പൊതുവേ ഭൂരിഭാഗം സീരീസുകളെ കുറിച്ച് പറയുന്നതാണ്, ഇത്ര എപ്പിസോഡ്സിന്റെ കാര്യമുണ്ടോ എന്നുള്ളത്. 9 എപ്പിസോഡ്സിന്റെ ഒന്നും കാര്യമില്ല. 6-7 എപ്പിസോഡ്സിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന കഥയാണ് ഇതിൻ്റെ. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒരു തട്ടിക്കൂട്ട് ക്ലൈമാക്സ് പോലെയാണ് തോന്നിയത്. നമ്മളെ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ കണ്ടതുപോലെ എന്തോ ഒരു ക്ലൈമാക്സ് ആക്കി അവസാനിപ്പിച്ചു. എങ്ങനെയാണ് ഇത് തീർക്കേണ്ടതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. വേറൊന്ന് പറയാനുള്ളത്, നെറ്റ്ഫ്ലിക്സ് ആകുമ്പോൾ കുറച്ച് ഫോഴ്സ്ഡ് ആയുള്ള സാധനങ്ങൾ വേണമല്ലോ, നമ്മൾ ഭയങ്കര പുരോഗമനം എന്ന് കാണിക്കാനുള്ളത്. അങ്ങനെ കുത്തിക്കയറ്റി 1-2 സീനുകൾ ഇതിലുണ്ട്. ഇനി ഇതിന്റെ റേറ്റിംഗിലേക്ക് വന്നാൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 3.75 ഔട്ട് ഓഫ് 5. ഒരു ഗംഭീര സീരീസ് ഒന്നുമല്ല, പക്ഷെ നമ്മളൊരു ടൈം പാസിന് വേണ്ടി കുറച്ച് കോമഡി, കുറച്ച് ബ്ലാക്ക് ഹ്യൂമർ ഒക്കെ കാണണം, പിന്നെ നല്ല പെർഫോമൻസ് കാണണം എന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാൻ പറ്റിയ ഒരു സീരീസാണ് ത്രിഭുവൻ മിശ്ര CA ടോപ്പർ. ഇതിനെക്കുറിച്ച് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇതിന്റെ ക്രിയേറ്റർ ഡയറക്ടറായിട്ട് എത്തിയിരിക്കുന്നത് മിർസാപൂറിന്റെ റൈറ്റർ പുനീത് കൃഷ്ണയാണ്.